ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോയാണ് വാല്യൂസ് ഫോർ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എത്തിക്കലായിട്ടുള്ള കുറച്ച് വാല്യൂസ് അതിൽ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ബേസിസിലായിരിക്കണം ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ എന്തൊക്കെ വാല്യൂസാണ്, അത് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു 4 വാല്യൂസ് ഉണ്ട് നമുക്ക്. 4 വാല്യൂസ് എന്തൊക്കെയാണ്? ഫെയർനെസ്, ഇൻറ്റഗ്രിറ്റി, ഡ്യൂ ഡിലിജൻസ്, ഫിഡ്യൂഷ്യറി റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അതായത് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എത്തിക്കലായിട്ടുള്ള വാല്യൂസ് അതിൽ അപ്ലൈ ചെയ്യണം. അതല്ലെങ്കിൽ എന്ത് പറ്റും, ആ ഒരു ഡിസിഷൻ എത്തിക്കൽ അല്ലാതെ ആവും, അല്ലേ, ഒരു അൺഎത്തിക്കൽ ബിഹേവിയർ ആവും. അപ്പോൾ എത്തിക്കലായിട്ടുള്ള വാല്യൂസ് അപ്ലൈ ചെയ്യണം. അതിൻ്റെ ബേസിസിലായിരിക്കണം നമ്മൾ ആ ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള 4 വാല്യൂസാണ് ഫെയർനെസ്സും ഇൻറ്റഗ്രിറ്റിയും ഡ്യൂ ഡിലിജൻസും പിന്നെ ഫിഡ്യൂഷ്യറി റെസ്പോൺസിബിലിറ്റിയും. അപ്പോൾ ഫസ്റ്റ് വൺ ഫെയർനെസ്. ആ ഒരു വാക്ക് കേട്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു ടേം എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോണതെന്ന്. ഇത്രേ ഉള്ളൂ. അതായത് നീതിപരമായിട്ട് പെരുമാറുക. അതായത് നമുക്ക് ലൈക്ക് എന്താ പറയുക, വേർതിരിവൊന്നും ഇല്ലാതെ ഈക്വലായിട്ട് എല്ലാവരെയും കാണുക, നീതിപരമായിട്ട് പെരുമാറുക. എന്തൊരു ഡിസിഷൻ എടുത്താലും അവിടെ ഒരു നീതി ഉണ്ടാവുക, അല്ലേ. ഇതവിടെ കൊടുത്തിട്ടുണ്ട്, ആക്ടിങ് വിത്തൗട്ട് ബയാസ്, അതായത് വേർതിരിച്ച് കാണാതിരിക്കുക. എന്തൊക്കെയാണ് അതിൻ്റെ ഒരു 3 എലമെൻറ്റ്സ്? ഈ ഒരു 3 എലമെൻറ്റ്സ് ആണ് ഫെയർനെസ്സിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇക്വാലിറ്റി, ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബെനിഫിറ്റ്സ് ഓർ റിസോഴ്സസ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓർ സൊസൈറ്റി. നമ്മളൊരു ബെനിഫിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസോഴ്സസോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോ സൊസൈറ്റിക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അവിടെ ഇക്വാലിറ്റി നോക്കുക. ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ എംപ്ലോയിക്ക് ബോണസ് കൊടുക്കണമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ 2 എംപ്ലോയീസ് ഒരേ പെർഫോമൻസ്, ഒരേ പൊസിഷൻ, അവർ ഒരുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2 പേരും ഒരേ രീതിയിലുള്ള ബോണസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ പേഴ്സണൽ അടുപ്പമുള്ള, അതായത് മാനേജറിന് പേഴ്സണലായിട്ടൊരു അടുപ്പമുള്ളൊരു എംപ്ലോയിക്ക് കൂടുതൽ ബോണസ് കൊടുത്തു. ആൾ മാനേജറുമായിട്ട് പേഴ്സണൽ അടുപ്പം ഉണ്ടെന്നുള്ള രീതിയിൽ മാത്രം. അപ്പോൾ മറ്റേ എംപ്ലോയിക്ക് കുറഞ്ഞു പോയി. ഇവിടെ ഒരു നീതി ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്, ഇവർ 2 പേരും ഒരേ രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്, 2 പേർക്കും ഒരേ പൊസിഷനാണ്. അപ്പോൾ 2 പേർക്കും ഒരേ രീതിയിലുള്ള ബോണസ് കിട്ടണം. ഇവിടെ മറ്റേ എംപ്ലോയിക്ക്, എന്ന് പറയുന്നൊരു എംപ്ലോയിക്ക് മാനേജറിനോട് കുറച്ച് അടുപ്പം കൂടുതലുണ്ട്. അതായത് മാനേജറിന് കുറച്ചുകൂടി പേഴ്സണൽ അടുപ്പം, അല്ലെങ്കിൽ മാനേജറിൻ്റെ ബന്ധു ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അയാൾക്ക് കുറച്ചുകൂടി ബോണസ് കൂടുതൽ കൊടുത്തു. ഒന്നിൻ്റെയും കേസിലല്ല, മാനേജറിൻ്റെ അടുപ്പം ഉണ്ടെന്നുള്ള രീതിയിൽ മാത്രം. മാനേജറുമായിട്ടൊരു റിലേഷൻഷിപ്പ് അവിടെ ആ ഒരു എംപ്ലോയിക്ക് ഉണ്ടെന്നുള്ള കാരണത്താൽ മാത്രം ആ ഒരു എംപ്ലോയിക്ക് ബോണസ് കൂടുതൽ കൊടുത്തു. അതൊരു ഫെയർനെസ് ആയിട്ടുള്ളൊരു കാര്യമാണോ? അതിൽ ഫെയർനെസ് ഉണ്ടോ? അതിൽ നീതി ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇക്വാലിറ്റി നോക്കുക, അതായത് ഈക്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദെൻ റെസിപ്രോസിറ്റി, മ്യൂച്വൽ ഗീവ് ആൻഡ് ടേക്ക്. നമ്മളൊരു പാല വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ ഒരു എംപ്ലോയി നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലേ. അപ്പോൾ ആൾ എത്രയാണോ ആൾ ഡിസർവ് ചെയ്യുന്ന ആ ഒരു വേജ് അല്ലെങ്കിൽ ഒരു സാലറി, അതിനുള്ള പ്രതിഫലം ആൾക്ക് കൊടുക്കുക. ഇപ്പോൾ ഡെയിലി ബേസിസിലാണ് ഒരു എംപ്ലോയിക്ക് വേജ് കൊടുക്കണമെന്ന് വിചാരിച്ചോളൂ, അല്ലേ. അപ്പോൾ ആൾ 1000, അതായത് 1000-നുള്ള പണി അന്ന് എടുത്തിട്ടുണ്ട്, അത്രയും പണി ആൾ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൊടുത്തപ്പോഴേക്കും 800. നമുക്കറിയാം 1000-നുള്ള പണി ആൾ എടുത്തിട്ടുണ്ടെന്ന്, പക്ഷെ നമ്മൾ 800 കൊടുത്തിട്ടുള്ളൂ. അതൊരു നീതിയാണോ? അല്ല. അപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക്, അല്ലേ, മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരിക്കുക. അതായത് നമുക്ക് വേണ്ടി ഒരാൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്തു തന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തന്നു കഴിഞ്ഞാൽ ആൾ അർഹിക്കുന്ന, ആൾ ഡിസർവ് ചെയ്യുന്ന അതേ ബെനിഫിറ്റ് തന്നെ ആൾക്ക് തിരിച്ചു കൊടുക്കുക, അതേ പ്രതിഫലം തന്നെ ആൾക്ക് തിരിച്ചു കൊടുക്കുക. അതാണ് റെസിപ്രോസിറ്റിയിൽ പറയുന്നത്. ദെൻ ഒപ്റ്റിമൈസേഷൻ, ചൂസിങ് ബേസ്ഡ് ഓൺ ക്വാളിഫിക്കേഷൻസ്. നമ്മുടെ കമ്പനിയിലേക്ക് ഒരു അക്കൗണ്ടൻറ്റിനെ ഹയർ ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന റിക്വയർമെൻറ്റ് എന്ന് പറയാനായിട്ട് CMA പാസ്സാവണം, 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് വേണം. CMA പാസ്സാവണം, 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് വേണം. 2 കാൻഡിഡേറ്റ്സ് ഇൻ്റർവ്യൂവിന് വന്നു, A എന്ന് പറഞ്ഞൊരു കാൻഡിഡേറ്റും B എന്ന് പറഞ്ഞൊരു കാൻഡിഡേറ്റും. ഈ A എന്ന് പറഞ്ഞൊരു കാൻഡിഡേറ്റ് CMA പാസ്സാണ്, 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും ഉണ്ട്. ഓക്കെ, B എന്ന് പറഞ്ഞ കാൻഡിഡേറ്റിന് BCom മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് മാത്രമല്ല ആൾക്ക് വർക്ക് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഡിഗ്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴേക്കും ഈ CMA പാസ്സായിട്ടുള്ള ഈ ഒരു കാൻഡിഡേറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്തു, ആൾക്ക് സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. B എന്ന് പറഞ്ഞ ആ ഒരു കാൻഡിഡേറ്റ് അത്ര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ല. പക്ഷേ ഈ B എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് മാനേജറിൻ്റെ ഒരു അടുത്ത ബന്ധുവാണ്, അല്ലെങ്കിൽ മാനേജറുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതിൻ്റെ ബേസിൽ B എന്ന് പറഞ്ഞ കാൻഡിഡേറ്റിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തു. അവിടെ നീതി ഉണ്ടോ? A എന്ന് പറഞ്ഞ കാൻഡിഡേറ്റോട് നമ്മൾ നീതി കാണിച്ചോ? ഫെയർനെസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എപ്പോഴും ഒരാളെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരാളെ ചൂസ് ചെയ്യുന്ന സമയത്ത് സ്കില്ലിൻ്റെയും എഡ്യൂക്കേഷൻ്റെയും മെറിറ്റിൻ്റെയും ബേസിൽ വേണം ചൂസ് ചെയ്യാനായിട്ട്. അതല്ലാതെ അവിടെ അടുപ്പത്തിൻ്റെ ബേസിൽ, റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ ആളെ എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വേറൊരാളോട് നമ്മൾ ഫെയർനെസ് ഇല്ലാതെ, നീതി ഇല്ലാതെ പെരുമാറുന്നതിന് തുല്യമാണ്, അല്ലേ. അപ്പോൾ അതാണ് സ്കില്ലും എഡ്യൂക്കേഷനും മെറിറ്റും നോക്കി ആളെ ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ദെൻ അൺഫെയർ ടു കൺസിഡർ ഇറലവൻറ്റ് ഫാക്ടേഴ്സ്. അതായത് അൺഫെയർ ആയിട്ടുള്ള കുറേ ഇറലവൻറ്റ് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യും ഒരാളെ ജോലിക്ക് എടുക്കുന്ന സമയത്ത്. അങ്ങനെ എന്തൊക്കെയാണ്?
ജെൻഡർ, റേസ്, റിലീജിയൻ. അപ്പോൾ ഈ റിലീജിയനും ജെൻഡറൊക്കെ പോലെ, അതായത് സ്ത്രീയാണോ പുരുഷനാണോ നോക്കിയിട്ടാണോ, അതല്ലെങ്കിൽ ഇന്ന ജാതിയിൽപ്പെട്ട ഇന്ന മതത്തിൽപ്പെട്ട ഒരാളാണോ നോക്കിയിട്ടാണോ നമ്മൾ ജോലിക്ക് എടുക്കുക? അല്ല, അങ്ങനെ എടുക്കാൻ പാടില്ല. ആൾക്കുള്ള സ്കില്ലുണ്ടോ, ക്വാളിഫിക്കേഷൻ ഉണ്ടോ, ആൾക്ക് കാര്യപ്രാപ്തി ഉണ്ടോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ആളെ ജോലിക്ക് എടുക്കാനായിട്ട്, അല്ലേ? അതിൻ്റെ ബേസിസിൽ വേണം ആളെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട്. അതല്ലാതെ ആൾ സ്ത്രീയാണോ പുരുഷനാണോ ഏത് റിലീജിയനാണോ നോക്കിയിട്ട് എടുക്കരുത്. അതെന്താണ്? അൺഫെയർ ആയിട്ടുള്ള ഇറലവൻറ്റ് ഫാക്ടേഴ്സ് ആണല്ലേ. അതൊരു അൺഫെയർ ഇറലവൻറ്റ് ഫാക്ടേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാൻ പാടില്ല. അതൊക്കെ ഫെയർനെസ്സിനെതിരാണ്, അതൊക്കെ നീതിപരമായിട്ട് പെരുമാറുന്നതിന് എതിരാണ്. ഓക്കെ, അപ്പോൾ 3 എലമെൻറ്റ്സ് ആയിരുന്നു പഠിച്ചത്. ഇക്വാലിറ്റി, അതായത് നമ്മളെ ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഇക്വാലിറ്റി നോക്കുക, അല്ലെ? 2 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർ ഒരേ രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഒരേ രീതിയിൽ നമ്മുടെ ബെനിഫിറ്റ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ബോണസ് ഒക്കെ ഒരേ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദെൻ ഗിവ് ആൻഡ് ടേക്ക്, ഒരാൾ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിനൊത്ത പ്രതിഫലം ആൾക്ക് തിരിച്ചു കൊടുക്കുക. ദെൻ അടുത്തത് എന്തായിരുന്നു? ഒപ്റ്റിമൈസേഷൻ. ഒരാൾ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് സ്കില്ലിൻ്റെയും എഡ്യൂക്കേഷൻ്റെ ഒക്കെ ബേസിൽ ചൂസ് ചെയ്യാൻ നോക്കുക. അതല്ലാതെ ജെൻഡറും റിലീജിയനൊക്കെ പോലുള്ള അൺഫെയർ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഇറലവൻറ്റ് ഫാക്ടേഴ്സ് അവിടെ നോക്കാതിരിക്കുക. അതൊക്കെ ഫെയർനെസ്സിനെതിരാണ്. അപ്പോൾ ഫെയർനെസ് എന്ന് പറയുന്ന ആദ്യത്തെ വാല്യൂ നമ്മൾ പഠിച്ചു. ദെൻ രണ്ടാമത്തത് ഇൻറ്റഗ്രിറ്റി. എന്താണ് ഇൻറ്റഗ്രിറ്റി? സത്യസന്ധനായിട്ട് പെരുമാറുക, അതാണ് ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റിയുടെ അണ്ടറിലും ഇതുപോലെ ഒരു 3 എലമെൻറ്റ്സ് ഉണ്ട് നമ്മൾ ഫെയർനെസ്സിൽ പഠിച്ച പോലെ. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കൺസിസ്റ്റൻസി. അതായത് എത്ര ടഫ് സിറ്റുവേഷനിലാണെങ്കിലും നമ്മുടെ കമ്പനി ഏതൊരു ടഫ് സിറ്റുവേഷനിലൂടെ കടന്നു പോകണമെങ്കിലും അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട്, സത്യസന്ധനായിട്ട്, ഫെയർ ആയിട്ടുള്ള, അതായത് ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നോക്കുക, അല്ലെ? എത്തിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക. അതല്ലാതെ ഷോർട്ട് കട്ടോ കാര്യങ്ങളോ ഒന്നും ചൂസ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഭയങ്കര ടഫായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലായിരിക്കും നമ്മൾ ഇരിക്കുക. അപ്പോൾ അവിടെ ചിലപ്പോൾ അൺഎത്തിക്കലായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടഫായിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് മാറും. പക്ഷെ എത്ര ടഫ് സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാലും എത്തിക്കലായിട്ട് പെരുമാറുക, ഇൻറ്റഗ്രിറ്റി ഉണ്ടാവുക, അല്ലേ? അതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. എത്ര ടഫ് സിറ്റുവേഷൻ ആണെങ്കിലും, എത്ര സിമ്പിൾ സിറ്റുവേഷൻ ആണെങ്കിലും അവിടെ ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കുക, അല്ലെ? സത്യസന്ധനായിട്ട് പെരുമാറുക. ദെൻ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എല്ലാവർക്കും പുതിയൊരു ടൈം ആയിരിക്കുമല്ലോ, എല്ലാവരുടെ അറിവിലേക്കുള്ളൊരു പുതിയൊരു ടൈം ആയിരിക്കും കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത്രേ ഉള്ളൂ. അതായത് നിങ്ങളുടെ കമ്പനിയിലെ പർച്ചേസ് മാനേജർ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുവാണ്, നമുക്ക് പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം, റോ മെറ്റീരിയൽസ് തീർന്നു പോയി, പർച്ചേസ് ചെയ്യണം, അതിൻ്റെ ചുമതല അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിന്നെ ഏൽപ്പിക്കുകയാണ്, നീ പർച്ചേസ് ചെയ്തോന്ന്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കസിൻ ഇതേ സെയിം റോ മെറ്റീരിയൽ സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ കസിൻ്റെ അടുത്ത് നമ്മൾ മേടിച്ചില്ലെങ്കിൽ കസിന് വിഷമമാവും, അല്ലേ? കസിനെ നമുക്ക് വിഷമപ്പെടുത്താൻ വേണ്ടി പറ്റില്ല, കാരണം നമ്മളോട് റിലേഷൻഷിപ്പ് ഉള്ള ഒരാളാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോഴേക്കും ആള് ക്വാളിറ്റി ഇല്ലാത്ത റോ മെറ്റീരിയൽസ് ആണ് സെല് ചെയ്യുന്നത്. നമ്മുടെ കസിൻ സെല് ചെയ്യുന്നത്. അപ്പോൾ കസിൻ്റെ അടുത്ത് നമ്മളത് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനേജറിനോട് നമ്മൾ സത്യസന്ധനല്ലാതെയാണ് പെരുമാറുന്നത്, അല്ലേ? മാനേജർ നമ്മളെ വിശ്വസിച്ചിട്ടാണ് ആ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്ക് തന്നത്. നമ്മൾ കസിനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി കസിൻ്റെ ഷോപ്പിൽ പോയിട്ട് എന്ത് ചെയ്യും? ക്വാളിറ്റി ഇല്ലാത്ത റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യും. ഇവിടെ ഇൻറ്റഗ്രിറ്റി ഉണ്ടോ? ഇൻറ്റഗ്രിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയി. അതായത് മാനേജറിനെ നമുക്ക് വിഷമിപ്പിക്കാൻ വേണ്ടി പറ്റൂല, അല്ലെങ്കിൽ മാനേജറിനോട് നമുക്ക് സത്യസന്ധനാകാതെ പെരുമാറാൻ വേണ്ടി പറ്റൂല, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കസിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയി. ഈ ഒരു സിറ്റുവേഷനെയാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം നമുക്ക് ചെകുത്താനും കടലും നടക്കുന്നു പറയുന്നത് പോലെ നമ്മൾ ഇതിൽ പെട്ടുപോയി. നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാനേജറിനോട് ഇൻറ്റഗ്രിറ്റി ഇല്ലാതാണ് പെരുമാറുന്നത്, അല്ലേ? അതായത് സത്യസന്ധനാകാതെയാണ് പെരുമാറുന്നത്. കാരണം എന്താണ്? ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയലാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മാനേജർ നമ്മളെ വിശ്വസിച്ചിട്ടാണ് ആ ഒരു ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചത്. പക്ഷേ മാനേജറിനോട് സത്യസന്ധമായിട്ട് പെരുമാറാൻ വേണ്ടി വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി റോ മെറ്റീരിയൽ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കസിനെ അവിടെ വിഷമിപ്പിക്കേണ്ടി വരും. കസിന് അത് ബാഡായിട്ട് തോന്നും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പെട്ടുപോയി. ഇതിനെയാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ഞാനത് വീണ്ടും വായിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് ഈ പെട്ടുപോയ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഇതിനാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മുടെ ഡയറക്ടേഴ്സും മാനേജേഴ്സും എംപ്ലോയീസൊക്കെ മസ്റ്റ് ആക്ട് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഓർഗനൈസേഷൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടി മാനേജേഴ്സും എംപ്ലോയീസും അതുപോലെ തന്നെ ഡയറക്ടേഴ്സും ഒക്കെ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം, അല്ലേ? Directors, managers, employees must act in the best interest of organization and shareholders. ഷെയർഹോൾഡേഴ്സിൻ്റെയും ഓർഗനൈസേഷൻ്റെയും ബെസ്റ്റ് ഇൻട്രസ്റ്റ് അവർക്ക് വേണ്ടി, അല്ലേ? അവരുടെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ടി
ബെസ്റ്റ് ഇൻട്രസ്റ്റ്, ലൈക്ക് നമ്മൾ അത്ര നന്നായിട്ട് ആക്ട് ചെയ്യണം. ആര്? ഡയറക്ടേഴ്സും എംപ്ലോയീസും പിന്നെ ആരാണ്? മാനേജേഴ്സൊക്കെ. അതല്ലാതെ അവരുടെ പേഴ്സണൽ ഗെയിന് വേണ്ടി മാത്രം, മാനേജേഴ്സിൻ്റെ എംപ്ലോയീസിൻ്റെ പേഴ്സണൽ ഗെയിന് വേണ്ടി മാത്രം പ്രവർത്തിക്കാണ്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓർഗനൈസേഷൻ്റെ ഗെയിനും കൂടി വേണ്ടി, ലൈക്ക് അവർക്ക് വേണ്ടി കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആക്ട് ചെയ്യണം, നമ്മൾ പ്രവർത്തിക്കണം. അതാണ് ഇൻ്റഗ്രിറ്റിയുടെ 3 എലമെൻറ്റ്സ്. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ കൺസിസ്റ്റൻസി അല്ലേ, അതായത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. ടഫ് സിറ്റുവേഷൻ ആണെങ്കിലും സിമ്പിൾ സിറ്റുവേഷൻ ആണെങ്കിലും എന്ത് ചെയ്യുക? കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻ്റഗ്രിറ്റി, സത്യസന്ധനായിട്ട് പെരുമാറുക അല്ലേ. ഇതിപ്പോൾ എത്ര ടഫ് സിറ്റുവേഷൻ ആണെങ്കിലും അവിടെ എത്തിക്കലായിട്ട് ഇൻ്റഗ്രിറ്റി ആയിട്ട് പെരുമാറുക. രണ്ടാമത്തെ എന്തായിരുന്നു? കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ, എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് നമ്മൾ ആ ഒരു അവസ്ഥയിൽ പെട്ടുപോകും അല്ലേ, ആ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥയായിരുന്നു എന്ത്? കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദെൻ അടുത്തത് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഓർഗനൈസേഷൻ്റെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ബെസ്റ്റ് ഇൻട്രസ്റ്റ് അല്ലേ, അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ വാല്യൂ ക്രിയേഷന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. അതല്ലാതെ നമ്മുടെ പേഴ്സണൽ ഗെയിന് വേണ്ടി മാത്രം, മാനേജേഴ്സിൻ്റെയും എംപ്ലോയീസിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ പേഴ്സണൽ ഗെയിന് വേണ്ടി മാത്രം പ്രവർത്തിക്കാണ്ട് ഓർഗനൈസേഷനും ഷെയർ ഹോൾഡേഴ്സിനും വേണ്ടി ആക്ട് ചെയ്യുക. അതാണ് ഇൻ്റഗ്രിറ്റിയുടെ 3ാമത്തെ എലമെൻറ്റ്. ഓക്കെ, ദെൻ മാനേജിങ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്ന ആ ഒരു വാല്യൂ നോക്കുന്ന സമയത്ത് അവിടെ എന്തായാലും കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും അല്ലേ. അപ്പോൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അവോയ്ഡ് ചെയ്യുക. അതായത് മാനേജർ ഇങ്ങനെ വന്ന് പറയുവാണ്, നീ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യ്, നിനക്ക് ലൈക്ക് എന്താ പറയുക, അതിനുള്ള ഉത്തരവാദിത്വം നിന്നെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നീ നോക്കുമ്പോഴേക്കും അവിടെ എന്താണ്? നിൻ്റെ കസിൻ ഉണ്ട്, കസിൻ്റെ അടുത്തുനിന്ന് വാങ്ങണം. പക്ഷേ കസിൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അവിടെ അതിന് ക്വാളിറ്റി കുറവാണ്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യുക. അതായത് ഈ ഒരു ഡിസിഷൻ, അതായത് ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക, ഞാനിത് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ അവോയ്ഡ് ചെയ്യുക അല്ലേ. അതായത് ഈ റെസ്പോൺസിബിലിറ്റിനെ അവോയ്ഡ് ചെയ്യുക. അതാണ് ഫസ്റ്റ് മാനേജ്മെൻറ്റ്. ദെൻ ഡിസ്ക്ലോഷർ, അതായത് തുറന്നു പറയുക. മാനേജറിനോടും അതല്ലെങ്കിൽ കസിനോടൊക്കെ തുറന്നു പറയുക, എനിക്ക് ഇങ്ങനെ ഒരു കസിൻ ഉണ്ട്, പക്ഷേ ആൾ കുറഞ്ഞ റോ മെറ്റീരിയലാണ്, ലൈക്ക് ക്വാളിറ്റി കുറഞ്ഞ റോ മെറ്റീരിയലാണ് സെല് ചെയ്യുന്നത്. അതല്ലെങ്കിൽ കസിനോട് പറയുക, ലൈക്ക് എനിക്ക് മാനേജർ എന്നെ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റിയാണ്, അത് കാരണം എനിക്ക് ക്വാളിറ്റി കുറഞ്ഞ റോ മെറ്റീരിയൽ കമ്പനിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല, അത് കാരണം എനിക്ക് ക്വാളിറ്റി കൂടിയ റോ മെറ്റീരിയൽ വേണം. അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യുക, എന്താണ് കൃത്യമായിട്ടുള്ള അവസ്ഥയെന്ന് ഡിസ്ക്ലോഷർ ചെയ്യുക അല്ലേ, അതായത് അവതരിപ്പിക്കുക, പുറത്ത് പറയുക. അതാണ് ഡിസ്ക്ലോഷർ. ഫസ്റ്റ് വൺ എന്തായിരുന്നു? അവോയ്ഡൻസ്. ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കുക, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കുക, അവോയ്ഡൻസ്. രണ്ടാമത് ഡിസ്ക്ലോഷർ, തുറന്നു പറയുക എന്താണ് അവസ്ഥയെന്ന്. മൂന്നാമത്തത് മാനേജ്മെൻറ്റ്, അതായത് മാനേജ്മെൻറ്റ് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എംപ്ലോയീസിന് കൊടുക്കുക, എങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ള രീതിയിൽ. ഇതവിടെ കൊടുത്തിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഈസ് ഡൺ ഇഫ് അവോയ്ഡൻസ് ഈസ് നോട്ട് പോസിബിൾ, ഹാവ് എ കോഡ് ഓഫ് കണ്ടക്ട് and training for such situations, rules against receiving gift or kickback, ensure the employee are aware of why the company cannot have unmanaged conflict of interest അല്ലേ. അതായത് ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ വരുമ്പോഴേക്കും അതിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാം, അതിനെങ്ങനെ കൈകാര്യം ചെയ്യാം അല്ലേ, അതിനെങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് കൃത്യമായിട്ട് എംപ്ലോയീസിന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ മാനേജ് ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് വൺ എന്തായിരുന്നു? അവോയ്ഡൻസ് അല്ലേ. എന്തായിരുന്നു? ഡിസിഷൻ മേക്സ് ഷുഡ് സ്റ്റെപ്പ് അസൈഡ് ആൻഡ് ലെറ്റ് അനദർ പേഴ്സൺ മേക്ക് ഡിസിഷൻ നോൺ ആസ് റെക്യൂസിങ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. അതായത് വേറൊരാൾ ഇത് ഏൽപ്പിക്കുക, ഞാൻ ഈ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന രീതിയിൽ മാറി നിന്നിട്ട് വേറൊരാളെ ഈ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുക. രണ്ടാമത്തത് ഡിസ്ക്ലോഷർ, തുറന്ന് പറയുക, ഇങ്ങനൊരു അവസ്ഥയുണ്ട്, ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞ റോ മെറ്റീരിയൽ, ക്വാളിറ്റി കുറഞ്ഞ റോ മെറ്റീരിയൽ എനിക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്ന് മാനേജറിനോട് പറയുക, അതല്ലെങ്കിൽ ആ ഒരു കസിനോട് പറയുക, എനിക്ക് കൂടിയ റോ മെറ്റീരിയൽ വേണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് രണ്ടാമത്തെ ഡിസ്ക്ലോഷർ, തുറന്ന് പറയുക. മൂന്നാമത്തെ എന്തായിരുന്നു? മാനേജ്മെൻറ്റ് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും എംപ്ലോയീസിന് കൊടുക്കുക, എങ്ങനെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ മാനേജ് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമായിരുന്നു, ഈ ഒരു 3 കാര്യങ്ങളായിരുന്നു നമുക്ക് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ടുള്ളത്. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തിൻ്റെ എലമെൻ്റ് ആയിരുന്നു? ഇൻ്റഗ്രിറ്റിയുടെ എലമെൻ്റ് ആണല്ലേ. അതായത് നമ്മൾ സത്യസന്ധനായിട്ട് പെരുമാറാൻ വേണ്ടി നോക്കുമ്പോഴേക്കും നമുക്ക് അവിടെ വരുന്നൊരു പ്രശ്നമായിരുന്നു എന്ത്? കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു, 2 വാല്യൂസ് പഠിച്ചു, എത്തിക്കൽ വാല്യൂസ് പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഫെയർനെസ്സും ഇൻ്റഗ്രിറ്റിയും. ഇനി പഠിക്കാനുള്ളത് ഡ്യൂ ഡെലിജൻസ്. ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നതിന് മുമ്പ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ ഏതൊരു കമ്പനീനെ വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ എത്തിക്കലായിട്ടായിരിക്കും ഈ ഒരു കമ്പനി പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. അതല്ല, നമ്മുടെ പൈസ നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പണം കൊണ്ട് എത്തിക്കലായിട്ടായിരിക്കും ഇവരുടെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി പോകുന്നതെന്ന് ആ ഒരു ട്രാൻസാക്ഷന് മുമ്പ് തന്നെ ഉറപ്പ് വരുത്തുക അല്ലേ. അതാണിത്. റിസർച്ച് ഡൺ ബിഫോർ എൻഗേജിങ് ഇൻ എ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ടു അവോയ്ഡ് harm to either party. It involves examining the other party's financial position, business records അല്ലേ. അതായത് നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഒരു 10 ലക്ഷം.
അപ്പോൾ ഈ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ ഇവരുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സും അതുപോലെ ബിസിനസ് റെക്കോർഡ്സൊക്കെ എടുത്ത് പരിശോധിക്കുകയാണ്. ഈ പണം കൊണ്ട് ഇവർ എത്തിക്കലായിട്ടുള്ള കാര്യമായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതല്ലാതെ ഹാംഫുൾ ആയിട്ടുള്ള സൊസൈറ്റിക്കും മറ്റുള്ളവർക്കൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും എൻ്റെ ഈ പണം കൊണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. എത്തിക്കലായിട്ടുള്ളൊരു കാര്യമാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ, ഇവർ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എത്തിക്കലാണെങ്കിൽ മാത്രം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത് റിസർച്ച് ഡൺ ബിഫോർ എൻഗേജിങ് ഇൻ എ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. നമ്മളൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ എൻഗേജ് ആകുന്നതിന് മുമ്പ് തന്നെ റിസർച്ച് ചെയ്യുക. അതായത് ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പണം കൊണ്ട് ഈ ഒരു കമ്പനി നല്ല കാര്യങ്ങളാണോ ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അതല്ലാതെ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം എന്താണ്, അത് എത്തിക്കലി കറക്റ്റ് അല്ല. അപ്പോൾ അതാണ് ഡ്യൂ ഡിലിജൻസ്. എന്താണ് ഡ്യൂ ഡിലിജൻസ്? നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നതിന് മുമ്പ്, ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം കൊണ്ട് ആ കമ്പനി ലൈക്ക് എത്തിക്കലായിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. അതാണ് ഡ്യൂ ഡിലിജൻസ്. ഓക്കെ, അടുത്തത് ഫ്യുഡീഷ്യറി റെസ്പോൺസിബിലിറ്റി. ഇത്രേ ഉള്ളൂ. നമ്മളെ വിശ്വസിച്ച് ആളുടെ സ്വത്തോ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടി നമ്മളെ ഏൽപ്പിക്കുകയാണ്, അത് മാനേജ് ചെയ്യാനായിട്ട്. നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ട് അയാൾക്ക് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ഈസ് എ പേഴ്സൺ ഓർ എൻറ്റിറ്റി whom assets or authorities have been entrusted so the fiduciary can manage them for the benefits of another entity. അല്ലേ, അതായത് നമ്മളെ വിശ്വസിച്ചിട്ട് ആളുടെ സ്വത്തോ വേറെ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ വിശ്വസിച്ചിട്ട് നോക്കി നടത്താൻ വേണ്ടി, മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഏൽപ്പിക്കുകയാണ്. അത് നമ്മൾ ആളുടെ ബെനിഫിറ്റിന് വേണ്ടി കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, അതല്ലാതെ ഇതൊരിക്കലും മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജറാണെന്ന് വിചാരിച്ചോളൂ. അതായത് നിങ്ങളുടെ ക്ലയൻസിൽ നിന്നൊക്കെ ക്യാഷ് നിങ്ങൾ വാങ്ങിച്ചിട്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക. അതാണ് നിങ്ങളുടെ ജോലി എന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ ആരാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ. അപ്പോൾ നിങ്ങളൊരു ക്ലയൻറ്റ് നിങ്ങളെ കൊണ്ടുവന്നൊരു 10 ലക്ഷം രൂപ ഏൽപ്പിച്ചു. എന്നിട്ട് പറയുവാണ് ഈ ക്യാഷ് നിങ്ങൾ മാനേജ് ചെയ്തിട്ട് എനിക്ക് ഇതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നെ. അപ്പോൾ ആളുടെ ബെനിഫിറ്റിന് വേണ്ടി നിങ്ങൾ ആ ക്യാഷ് വിനിയോഗിക്കണം അല്ലേ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം, അതല്ലാതെ അത് മിസ്യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതാണ് ഫിഡ്യൂഷ്യറി റെസ്പോൺസിബിലിറ്റി. ഫിഡ്യൂഷ്യറി ഈസ് എ റെസ്പോൺസിബിൾ ഫോർ ആക്ടിങ് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദോസ് അതർ എൻറ്റിറ്റീസ് കോൾഡ് പ്രിൻസിപ്പിൾസ് ഓർ ബെനഫിഷ്യറീസ്. അല്ലേ, ബെനഫിഷ്യറീസ് ആരാണ്? നമുക്ക് പൈസ കൊണ്ടുവന്ന് തരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ സ്വത്തോ കാര്യങ്ങളോ കൊണ്ടുവന്ന് തരുന്ന ആൾക്കാർ. എന്തിന്? നോക്കി നടത്താനായിട്ട്. അവരുടെ ബെനിഫിറ്റിന് വേണ്ടി നമ്മളെ വിശ്വസിച്ചിട്ട് അവരവരുടെ സ്വത്തോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി തരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ട് അവർ പറയുന്ന രീതിയിൽ അത് മാനേജ് ചെയ്തിട്ട് അതിൽ നിന്ന് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കണം അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ഫ്യുഡീഷ്യറി റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നോക്കി നടത്തുന്നത് നമ്മളെ പറയുന്ന പേരാണ് ഫ്യുഡീഷ്യറി. നമുക്ക് നോക്കി നടത്താൻ വേണ്ടി നമ്മളെ ഏൽപ്പിക്കുന്ന ആളുണ്ടല്ലോ, ആളെ പറയുന്ന പേര് എന്താണ്? ബെനഫിഷ്യറി അല്ലേ. അപ്പോൾ ഈ ബെനഫിഷ്യറിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടി നമ്മൾ ആ കാര്യങ്ങൾ, സ്വത്ത് കൃത്യമായിട്ട് നോക്കി നടത്തുക അല്ലേ, അസറ്റ്. ഇത്രേ ഉള്ളൂ. അതായത് ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. അപ്പോൾ ഒരു ക്ലയൻറ്റ് ആളുടെ ക്യാഷ് 10 lakh കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണ്. നീ ഇത് എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ട് ഈ ഒരു ക്യാഷ് എന്ന് പറഞ്ഞൊരു അസറ്റിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ട് എനിക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് ഉണ്ടാക്കി തന്നെ. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റിന് വേണ്ടി അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം അല്ലേ, കൃത്യമായിട്ട് അതിനെ മാനേജ് ചെയ്യണം. അതല്ലാതെ അതൊരിക്കലും മിസ്യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മൾ ആ ക്യാഷ് കൊണ്ടുപോയി ദൂർത്തടിക്കാൻ വേണ്ടി പാടില്ല. നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി ആ പൈസ ഉപയോഗിക്കാനും പാടില്ല. അത് ആളുടെ ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം അല്ലേ. അത് നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ള വിശ്വാസത്താൽ ആ ഒരു ബെനിഫിഷ്യറി നമ്മളെ കൊണ്ടൊന്ന് ഏൽപ്പിക്കുന്നതാണ്. അപ്പോൾ അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഫ്യുഡീഷ്യറി എന്നുള്ള രീതിയിൽ നമ്മുടെ ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ അതാണ് ഫ്യുഡീഷ്യറി റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ നമ്മൾ 4 വാല്യൂസ് പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഫെയർനെസ്, ഇൻറ്റഗ്രിറ്റി, അതുപോലെ ഡ്യൂ ഡിലിജൻസ്, ഫ്യുഡീഷ്യറി റെസ്പോൺസിബിലിറ്റി. 4 നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് ക്ലാസ് കാണുക, അത് കഴിഞ്ഞ് ടെക്സ്റ്റ് വായിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ബിസിനസ് ഫ്രോഡാണ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ നടക്കാവുന്ന കുറച്ച് ഫ്രോഡ് ആക്ടിവിറ്റീസ്. നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.